മധ്യ കേരളത്തിലെ ശബരിമല എന്നറിയപ്പെടുന്ന ശ്രീധർമ്മശാസ്താവിന്റെ ക്ഷേത്രം. സാക്ഷാൽ ശബരിമല പോലെ മലനിരകളുടെ മധ്യത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1200 അടി ഉയരത്തിൽ 18 പടികളോടുകൂടിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് ഇവിടം ഒരു തപോഭൂമിയായിരുന്നു. ഋഷിമാർ തപസ്സു ചെയ്തിരുന്ന ആത്മീയ അന്തരീക്ഷമുള്ള ഒരു പുണ്യഭൂമി. പുരാതന കാലത്ത് ഈ മലമുകളിൽ അവരാരാധിച്ചിരുന്ന ആ ക്ഷേത്രം മൺമറഞ്ഞു പോവുകയും അതിനുശേഷം യുഗകൽപ്പനയിൽ ഒരു വലിയ കുന്ന് രൂപപ്പെടുകയും പിന്നീട് ശിവപ്രതിഷ്ഠ ഉണ്ടാവുകയും ചെയ്തു. കാലാന്തരത്തിൽ ആ അമ്പലം ശിവപുത്രനും കലിയുഗവരദനും ആപൽ ബാന്ധവനുമായ ശ്രീധർമ്മശാസ്താവിന്റെ ക്ഷേത്രമായി മാറി. ക്ഷേത്രത്തിന്റെ യഥാർത്ഥ കാലപ്പഴക്കം ഇപ്പോഴും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് കാലപ്പഴക്കം ചെന്ന ഈ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ഷഡാധാരങ്ങളോടുകൂടിയ ശ്രീകോവിലാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ. ക്ഷേത്ര വാസ്തുവിദ്യയിലും തന്ത്രശാസ്ത്രത്തിലും വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു സങ്കല്പമാണ് ഷഡാധാരം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തില് വലിയ രീതിയിലുള്ള ചൈതന്യവും ആത്മീയ ഊർജവും എപ്പോഴും നിലനിൽക്കും. ഇവിടെ വരുന്ന ഭക്തരിലേക്കും അത് നിലയ്ക്കാതെ പ്രവഹിക്കുകയും ചെയ്യും. ഗുരുസങ്കല്പത്തിലുള്ള ശാസ്താവാണ് പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തെ ഏറ്റവും കൂടുതൽ സവിശേഷമാക്കുന്നത് 12 ജ്യോതിർലിംഗങ്ങളോട് കൂടിയ ശിവപ്രതിഷ്ഠയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ 12 ജ്യോതിർലിംഗങ്ങളും ദർശിക്കുന്നത് പാപങ്ങളെല്ലാം അകറ്റി മോക്ഷം നൽകുമെന്നാണ് പറയപ്പെടുന്നത്. ഭക്തർക്ക് നേരിട്ട് ശിവപൂജ ചെയ്യാൻ സാധിക്കുന്ന മധ്യത്തിൽ പ്രധാന ശിവലിംഗത്തോടുകൂടിയും ചുറ്റിലും കാശി, രാമേശ്വരം, സോമനാഥ്, കേദാർനാഥ് തുടങ്ങിയ 12 ജ്യോതിർലിംഗങ്ങളോട് കൂടിയ കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ഇവിടം. തികച്ചും ശബരിമല മാതൃകയിൽ പൂർണ്ണമായും ചെത്തിമിനുക്കിയ കൃഷ്ണശിലയിലാണ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളൊരു അയ്യപ്പ ഭക്തനാണെങ്കിൽ മധ്യ കേരളത്തിലെ ശബരിമല എന്നറിയപ്പെടുന്ന കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൊഴുതിരിക്കേണ്ടതാണ്. നമ്മുടെ ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ വരുന്നത് കല്ലൂര് വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. എല്ലാ മതത്തിലുള്ളവർക്കും പ്രവേശനമുള്ള ഒരു സർവ്വമത തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ.